ദൈവം വിവരം കെട്ടവനാണെന്ന്. കിട്ടിയാൽ അടിക്കും. ഏത് നായിന്റെ മോനെ ദൈവമായാലും ഞാൻ അടിക്കും അവനെ. അതിന്റെ റീസൺ ഇതാ, ലോകത്തിലെ ഒരു സാധനത്തിനെ മറ്റൊന്നിനെ തിന്നുന്ന നിലവാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദൈവം വിവരം കെട്ട ദൈവമാണ്, നീതിയില്ലാത്ത ദൈവമാണ്, കള്ളനും ചതിയനുമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പമ്മിയിരുന്ന് ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയതിൽ നിന്ന് പഠിക്കാത്ത ദൈവവും കൂടാണ്. അപ്പൊ സാർ എന്താ കഴിക്കുന്നത്? വീണ്ടും ഞാൻ എന്താ കഴിക്കുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തന്നെ വേഗം ഞാൻ തരും, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാ. അതിനകത്ത് അത്ര അല്ല. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്നെ ദൈവം ഉണ്ടാക്കിയതല്ല, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നെ ദൈവം ഉണ്ടാക്കിയതല്ലെന്ന്. തനിക്കാണ് ആ പ്രശ്നമുള്ളത്. വിവരമുള്ള ദൈവത്തിനെ തനിക്ക് കാണിച്ചു തരാന്ന ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഏത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ കഴിക്കണം എന്തെങ്കിലും. അതാ വിവരം കെട്ട ദൈവം ഉണ്ടാക്കിയ ദൈവം എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് താൻ പറഞ്ഞു തരേണ്ടത്. മൈത്രേയൻ പറഞ്ഞ കാര്യം ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ദൈവം ഒരു അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ നല്ലവനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രകൃതിയെ നിർമ്മിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിന്റെ കാര്യം വിടാം, പ്രകൃതിയെ നിർമ്മിക്കുമോ? കാരണം ഈ പുല്ലൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളെയൊക്കെ സിംഹമൊക്കെ പിടിച്ച് കടിച്ച് പറിച്ച് അത് വേദനിച്ച് പെടയുന്നൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ആ സിംഹത്തിനെ സസ്യബുക്കാക്കി കൂടായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ സസ്യങ്ങൾ കഴിച്ച് എല്ലാത്തിനും ജീവിച്ചൂടെ? അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ പറ്റില്ല. പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. കാരണം നിയമമല്ല, പ്രകൃതിയിൽ എങ്ങനെയാണ് ഈ എക്കോസിസ്റ്റം നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ ഒരു ജീവിയും അധികമാവാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു ആഹാര ചക്രം പോലെ മാൻ പെരുകാതിരിക്കാൻ, ആട് പെരുകാതിരിക്കാൻ അവിടെ സിംഹം, പുലി ഇത് വേണം. അതുപോലെ പുഴുക്കൾ അല്ലെങ്കിൽ മറ്റ് ചെറിയ ജീവികൾ പെരുകാതിരിക്കാൻ പക്ഷികൾ വേണം. ഇങ്ങനെ ഒരു ആഹാര ശൃംഖല പ്രകൃതിയിലുണ്ട്. ഇത് ഡിസൈൻ ചെയ്തത്, ഇത് നോക്ക് എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ്റലിജൻറ്റ് ഡിസൈനറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ വെച്ച് അവർ പറയാറുണ്ട്. ഈ ചില ആൾക്കാർ അങ്ങനെ വാദിക്കാറുണ്ട്. ഈ പ്രകൃതിയിലേക്ക് നോക്കൂ, എന്തൊരു ഇൻ്റലിജൻറ്റ് ഡിസൈനാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് സസ്യങ്ങൾ. ഈ സസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ പച്ചക്കറികൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന 99% പച്ചക്കറികൾ നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഉണ്ടാക്കിയെടുത്ത പച്ചക്കറികളും പഴങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ബുദ്ധിയുള്ള നല്ലവനായിട്ടുള്ളൊരു ദൈവത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രകൃതി നിർമ്മിക്കാൻ സാധിക്കില്ല. ഈ ഭൂമിയിൽ സുനാമി വന്ന് എത്ര ആയിരം ആളുകൾ മരിക്കുന്നുണ്ട് വർഷത്തിൽ. എർത്തുക്കേക്സ് വന്നിട്ട് എത്ര ആളുകൾ മരിക്കുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട്, മഴ പെയ്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് വെള്ളപ്പൊക്കത്തിലൂടെ മരിക്കുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് മരിക്കുന്നുണ്ട്. മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതി തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമി തന്നെ മനുഷ്യരെ കൊല്ലുന്നുണ്ട്. നമ്മൾ ചുറ്റും നോക്കണം. നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട്, നമുക്ക് ഉറങ്ങാനൊരു വീടുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട് എന്ന് കരുതിയിട്ട് ഈ ലോകം മുഴുവൻ മനോഹരമാണെന്ന്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കാവ്യാത്മകമായിട്ട് പറയാം. ഞാൻ തന്നെ പറയും എന്ത് മനോഹരമാണ് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഇതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്. ഒരുപാട് പേര് സഫർ ചെയ്തിട്ടാണ് ഈ പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ. എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ കണ്ണിന് കാഴ്ചയില്ല, അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്നു. സോ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ആ ഡിസൈനർ എന്ത് വലിയൊരു സൈക്കോയാണ്, അല്ലെങ്കിൽ ആ ഡിസൈനർ എത്ര കണ്ണിച്ചോരയില്ലാത്തൊരു മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ബിഗ് ബാങ്ങിന് തിരികൊളുത്തിയത് ദൈവമാണെന്ന് കണ്ടുപിടിച്ചു. ദൈവത്തിന് സയൻസ് അങ്ങോട്ട് തെളിവ് കണ്ടുപിടിച്ചെന്ന് വെച്ചോ. സയൻസ് പറയുകയാണ് ദൈവമുണ്ട്, ദൈവമാണ് ബിഗ് ബാങ്ങിന് തിരികൊളുത്തിയതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോലും എനിക്ക് ആ ദൈവത്തിന് വേണ്ട. എനിക്ക് ഇങ്ങനെ ഒരു സൈക്കോത്തരം ഉള്ള ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഇപ്പം എൻ്റെ ബുദ്ധി പോലും ദൈവത്തിനില്ലെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാക്കിയ പോലത്തെ ഒരു പ്രകൃതി ഉണ്ടാക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ സർവശക്തനാണെന്ന് പറയുന്ന ദൈവത്തിന് എന്തുകൊണ്ട് ഒരു നല്ലൊരു ഭൂമി ഉണ്ടാക്കിക്കൂടാ? അതിനും ഈ മതവിശ്വാസികൾക്ക് അതിനും ഉത്തരവുണ്ട്. അവർ പറയും ഭൂമിയിലുള്ള ജീവിതം നരകിക്കാനുള്ളതാണ്, സഫർ ചെയ്യാനുള്ളത്, മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിതം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മര തള്ളു. മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറയാനല്ലാതെ ഇവരുടെ കയ്യിൽ വേറെ ഓപ്ഷനില്ല. ഇല്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് മോഹിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുക, അത് മാത്രം ഇവരുടെ കയ്യിലുള്ള ഒരൊറ്റ വഴി. ഈ ദൈവം ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് വാദിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ പ്രകൃതിയിലോ ഈ പ്രപഞ്ചത്തിലോ ഇല്ല, പക്ഷേ ചെകുത്താനുണ്ട് എന്ന്. ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ. അപ്പോൾ ആളതിന് പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ലവനായ ദൈവത്തിന് ഒരിക്കലും ഇതുപോലെ ഒരു പ്രകൃതിയെ നിർമ്മിക്കാൻ സാധിക്കില്ല. ഒരു സൈക്കോത്തരം അല്ലെങ്കിൽ ഒരു ചെകുത്താന് മാത്രമേ, ഒരു ഈവിളിന് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രകൃതിയെ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അപ്പോൾ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ചെകുത്താനുണ്ടായിരിക്കും എന്ന് തോന്നിപ്പോയി.